ഹായ് ഫ്രണ്ട്സ്, ട്രെയിൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായ പ്രാഗിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രാഗിലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ പോകുന്നത് പ്രാഗിലെ പ്രശസ്തമായ അസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണുവാനായിട്ടാണ്. പ്രാഗിനെക്കുറിച്ച് പറയുമ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ സിറ്റികളിലൊന്നാണ് പ്രാഗ്. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് പ്രാഗിലെ പ്രശസ്തമായ അസ്ട്രോണമിക്കൽ ക്ലോക്ക്. 600 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ലോക്കിൻ്റെ പണി പൂർത്തീകരിച്ചതും ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയതും. കൃത്യമായി പറഞ്ഞാൽ 1410 ഈ ക്ലോക്കിൻ്റെ പണി പൂർത്തീകരിച്ചത്. എല്ലാ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് ഇത് മണി അടിക്കുകയും ഈ ക്ലോക്കിൻ്റെ മുകളിലുള്ള ജനാലകൾ തുറക്കുകയും അതിലൂടെ യേശുവിൻ്റെ 12 ശിഷ്യന്മാർ കടന്നു പോവുകയും ചെയ്യുന്നതാണ് ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത. ഇത് കാണുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തിരി ആൾക്കാരാണ് പ്രാഗിൽ ദിവസേന വന്നു പോകുന്നത്. അങ്ങനെ അസ്ട്രോണമിക്കൽ ക്ലോക്ക് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ചാൾസ് ബ്രിഡ്ജിലാണ്. ചാൾസ് ബ്രിഡ്ജിനെ കുറിച്ച് പറയുമ്പോൾ യൂറോപ്പിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പാലങ്ങളിലൊന്നാണ് ചാൾസ് ബ്രിഡ്ജ്. ഏകദേശം 37 വർഷങ്ങൾ കൊണ്ടാണ് ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഈ പാലത്തിലേക്ക് കയറുന്നതിന് മുമ്പായി തന്നെ വലിയൊരു കവാടം കാണാം. ഈ കവാടം നിറയെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഈ കവാടം കഴിഞ്ഞ് നമ്മൾ മുമ്പിലേക്ക് ചെല്ലും തോറും ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിറയെ സ്റ്റാച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ മേൽവശമെല്ലാം ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ് പാകിയിരിക്കുന്നത്. നിരവധി സഞ്ചാരികളാണ് ഈ പാലം കാണുവാനും അതിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ദിവസേന പ്രാഗിൽ വന്നു പോകുന്നത്. അതുപോലെ തന്നെ പ്രാഗിലെ ട്രാമുകൾ കാണാനും വളരെ മനോഹരമാണ്.
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതോടെ ബൈ ബൈ.